ഹലോ, ഇന്ന് ഞാനൊരു പഴയ ഷോൾ കൊണ്ട് അമ്മൂസിനൊരു ഫ്രോക്ക് തയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്ക് തയ്ക്കാമെന്ന് വിചാരിച്ചാണ് ആദ്യം ഞാൻ എടുത്തത് കേട്ടോ. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറായിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല ഭംഗിയുണ്ടാവും ഇതിലൊരു കുർത്തി തയ്ച്ചാലെന്ന് വിചാരിച്ചെടുത്തതാണ്. അപ്പോഴേക്കും അമ്മൂസ് പറഞ്ഞു, എനിക്കൊരു ഫ്രോക്ക് തയ്ച്ച് തരുമോ മമ്മി എന്ന് ചോദിച്ചു. എന്നാൽ പിന്നെ അമ്മൂസിന് തയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അമ്മൂസിൻ്റെ അളവിന് വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റ് അളവെടുത്ത് നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒരു യോക്ക് ഫ്രോക്ക് അങ്ങനെ ആയിരിക്കാം പറയുന്നതല്ലേ. ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഷോൾഡറൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കൈയും കൊണ്ടാണ് തുന്നിയെടുക്കുന്നത് കേട്ടോ. ഈ മോഡലും തയ്ക്കുന്നത് ആദ്യമായിട്ടാണ്. എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ തയ്ക്കുന്നത് കേട്ടോ. തയ്യൽ പഠിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഈ ഒരു സ്റ്റിച്ചിങ് ഞാൻ ചെയ്യുന്നത്, കൈത്തുന്നൽ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആളുടെ അളവിനും ആൾക്ക് പറ്റിയ ലെങ്ത്തിനും ഒക്കെ അനുസരിച്ച് നമ്മൾ സ്കേർട്ടിൻ്റെ ഭാഗമൊക്കെയാണ് ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അധികം ഞൊറി വേണ്ടാന്ന് വിചാരിച്ചു. കാരണം ഡെയിലി യൂസിന് വേണ്ടിയിട്ടാണ്, വീട്ടിലിട്ടുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അധികം ഞൊറിയൊന്നും എടുക്കണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാം കട്ട് ചെയ്ത് കറക്റ്റായിട്ട് എടുത്തു. ഇനി നമ്മൾ തുന്നലിലേക്ക് കടക്കുകയാണ്. എല്ലാം നമ്മൾ സൂചി നൂലുപയോഗിച്ച് കൈ കൊണ്ടാണ് നമ്മൾ തുന്നുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ലൈനിങ് മാതിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ 2 ലെയറായിട്ടാണ് നമ്മൾ എടുക്കുന്നത്, ലൈനിങ് പോലെ തന്നെ. അപ്പോൾ നമ്മൾ തുന്നി മൊത്തം എടുത്തിട്ട് നമ്മളിത് മറിച്ചെടുത്താൽ മാത്രം മതി. അല്ലെങ്കിൽ നമ്മൾ കട്ട് പീസാണ് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെയും കൈയിൻ്റെ അവിടെയൊക്കെ വെക്കുന്നത്. അപ്പോൾ കട്ട് പീസിന് പകരം നമ്മൾ ലൈനിങ് എടുത്തു. അപ്പോൾ നമ്മളുടെ ഡ്രസ്സിന് കുറച്ചും കൂടി നല്ലൊരു ക്വാളിറ്റി ഉണ്ടാവും എന്ന് തോന്നി. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ പീസാണ് വരുന്നത്. അതിങ്ങനെ ഒരു ഞൊറി പോലെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി കറക്റ്റ് അളവിന് അമ്മൂസിന് എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ എടുത്തത് കുറച്ച് നീളം കൂടിപ്പോയി. ഞാൻ 9 എടുത്തത്. എനിക്ക് തോന്നുന്നു ഒരു 7 എടുത്താലും മതിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ചെയ്യുന്നത് കണ്ടപ്പോൾ അമ്മൂസും ഇവിടുത്തെ ചെറിയ കട്ട് പീസൊക്കെ കൊണ്ട് ഉടുപ്പ് തയ്ക്കുകയാണ് കേട്ടോ. എന്നാൽ പിന്നെ അവിടെ നിന്ന് തയ്ച്ചോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ തുന്നലിലോട്ട് തന്നെ കംപ്ലീറ്റ് മൈൻഡ് വെച്ചുകൊണ്ടോ. രാവിലെ 10 മണിക്ക് തുടങ്ങിയിട്ട് 12:30 ആയപ്പോഴേക്കും നമ്മളുടെ ഫ്രോക്ക് തയ്ച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ബാക്കിൽ കെട്ടാനുള്ള വള്ളിയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരെ ഷോൾഡറിൻ്റെ ആ ഭാഗം കൂടി ഡ്രസ്സിൽ തുന്നി ചേർക്കാം. ഇതുപോലെ തുന്നി ചേർത്തിട്ടുണ്ട്. ഇനി ഒരു സൈഡ് ഞാൻ തയ്ച്ച് വയ്ക്കുന്നതാണ്. അതിന് ശേഷമാണ് നമ്മൾ അടിഭാഗത്തെ സ്കേർട്ട് നമ്മൾ തുന്നി വെക്കുന്നത് കേട്ടോ. അപ്പോൾ സ്കേർട്ട് തുന്നാൻ ഇത്തിരി എളുപ്പം എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ സൂചിയിൽ ഇത്തിരി അകത്തി ഞൊറി വെക്കുന്ന പോലെ എടുത്തിട്ട് ഡ്രസ്സിൽ ഫിറ്റ് ചെയ്തെടുത്തു. ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. അമ്മൂസിന് ഭയങ്കര ഇഷ്ടമായി. ഇത്രയുള്ള വീഡിയോ. ബൈ.